അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് പരിശുദ്ധമായ അറഫ മൈതാനിയിലാണ്. ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തുള്ള മുസ്ലിങ്ങളും മുസ്ലിങ്ങളുമായിട്ടുള്ള എല്ലാവരും ഒരു ദിവസം, അതായത് ഒരു നിമിഷമെങ്കിലും നിൽക്കാൻ കൊതിക്കുന്ന ഒരു ഭൂമിയാണ് അറഫ മൈതാനി എന്ന് പറയുന്നത്. എപ്പോഴാണ് ഇത്? ഹജ്ജിൻ്റെ സമയത്ത്. ഹജ്ജു അറഫ എന്നാണ്. അറഫയിൽ നിൽക്കാനാണ് ഹജ്ജ്. ബാക്കിയുള്ള കർമ്മങ്ങളൊക്കെ മിസ്സായാലും അറഫയിൽ നിന്നാലും ദൈവം നിങ്ങൾക്ക് ഹജ്ജ് കിട്ടുന്നതാണ്. ഈ അറഫ എന്നുള്ള പേര് എങ്ങനെ വന്നു വെച്ചാൽ, അറഫ എന്ന് പറഞ്ഞാൽ തിരിച്ചറിഞ്ഞു അല്ലെങ്കിൽ മനസ്സിലാക്കി എന്നുള്ള അർത്ഥം. ഈ പേര് വരാൻ കാരണം എന്താണെന്ന് പണ്ഡിതർ അഭിപ്രായ വ്യത്യാസം പറഞ്ഞതായിട്ട് കാണാം. ഒരു അഭിപ്രായം വെച്ചാൽ ആദം നബി അലൈഹി സ്വലാമിനെയും ഹവ്വാ ബീവിയെയും ഭൂമിയിലേക്ക് ഇറക്കി വിട്ടപ്പോൾ രണ്ട് ലോകത്താണ് ഇറക്കി വിട്ടത്. അവസാനം അവർ വർഷങ്ങളോളം തെരഞ്ഞ് നടന്ന് അവസാനം എന്ത് ചെയ്യാണ് ഒരുമിച്ച് കൂടുന്നത് ഈ കാണുന്ന അറഫയിൽ വെച്ചിട്ട്. അങ്ങനെ പരസ്പരം കണ്ടു തിരിച്ചറിഞ്ഞതിൻ്റെ പേരിലാണ് ഈ സ്ഥലത്തിന് അറഫ എന്ന പേര് വന്നതെന്ന് ഒരു കൗല്. രണ്ടാമത്തെ ഒരു കൗല്, ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് ഹജ്ജിന്റെ കർമ്മങ്ങളൊക്കെ ഇങ്ങനെ പഠിപ്പിച്ചു കൊടുത്ത ജിബ്രീൽ അലൈഹി സ്വലാം ഓരോ കർമ്മങ്ങളും മിനയിൽ നിൽക്കണം, അതേപോലെ മുസ്ദലിഫയിൽ നിൽക്കണം, അറഫയിൽ നിൽക്കണം എന്നൊക്കെ പറഞ്ഞാൽ ആ ഓരോ കൈയും മനസ്സിലായോ എന്നുള്ള അറബി വാക്കാണ് അറഫ്. അപ്പം അങ്ങനെ ചോദിച്ചതിൻ്റെ പേരിലാണ് അറഫ എന്നുള്ള പേര് വന്നത്. മറ്റൊരു അഭിപ്രായം. ഏതായാലും ഈ ഒരു കാരണങ്ങളിൽ ഏതെങ്കിലും ഒരു കാരണം കൊണ്ടാണ് ഈ ഒരു സ്ഥലത്തിന് അറഫ എന്നുള്ള പേര് വന്നത് എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും കൂടുതൽ നരകാവകാശികളെ സ്വർഗത്തിലേക്ക് എത്തിച്ചു ചെല്ലുന്ന ഒരു ഭൂമി കൂടിയാണ് ഇത് അറഫ മൈതാനി എന്ന് പറയുന്നത്. എപ്പോഴാണ്? ഹജ്ജിന്റെ സമയത്ത് അറഫയിൽ ആളുകൾ നിൽക്കുന്ന സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കളെ വിളിച്ചിട്ട് ഉൻദുറൂല ഇബാദി, എൻ്റെ അടിമകളെ നോക്കി, അതൂനി തുഅ്ദൻ ഖബറൻ, അവർ ജട പിടിച്ച മുടിയും അലക്കാത്ത വസ്ത്രങ്ങളും അല്ലെങ്കിൽ ഇതായിട്ടുള്ള വസ്ത്രങ്ങളുമായിട്ട് മുഷിഞ്ഞ വസ്ത്രങ്ങളുമായിട്ട് അവർ നിൽക്കുന്നത് കണ്ടില്ലേ? അവരെന്തിനാണ് നിൽക്കുന്നതൊക്കെ അറിയിച്ചു. അപ്പം മലക്കൾ അള്ളാഹു എനിക്കേ അറിയുള്ളൂ, അർജൂന റഹ്മത്തി, അവർ എൻ്റെ കരുണ പ്രതീക്ഷിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. പിന്നെ കത് ഗഫർത്തുലു, ഞാനിത് അവർക്ക് പുറത്തു കൊടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നരകാവകാശികളായിട്ടുള്ള ഏറ്റവും കൂടുതൽ ആളുകളെ ഓരോ വർഷത്തിലും സ്വർഗത്തിലേക്ക് എത്തിച്ചു ചെല്ലുന്ന ഒരു പുണ്യമാക്കപ്പെട്ട ഭൂമിയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ, ഞാൻ പറഞ്ഞത്, ജീവിതത്തിൽ ആകെ 4 ഉംറയും ഒരു ഹജ്ജുമാണ് ചെയ്തത്. അവസാനത്തെ ഹജ്ജ് എന്ന് പറയും, ഹജ്ജത്തുൽ വദാ എന്നാണ് അറിയപ്പെടുക. ഈ ഹജ്ജത്തുൽ വദാഇന്റെ ഒരു പ്രത്യേകത വെച്ചാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവസാനത്തെ ഹജ്ജത്തുൽ വദാഇന് ശേഷം പിന്നീട് വെറും 3 മാസത്തോളം മാത്രമാണ് ജീവിച്ചത്. അതിന് ശേഷം ഒരു റസൂലുള്ളാഹി വഫാത്തായിട്ടുണ്ട്. അപ്പോൾ ഈ ഹജ്ജിന് വരുമ്പോൾ ഈ ഉമ്മാത്തുൽ മുഅ്മിനീങ്ങൾ എല്ലാവരും ഉണ്ട്. അന്ന് ബാക്കി അവർ ഹയാത്തിലുള്ള ഉമ്മാത്തുൽ മുഅ്മിനീങ്ങൾ എല്ലാവരും ഉണ്ട്. ഖദീജ ബി ഒഴികെയുള്ള അതേപോലെ 1,00,000-ൽ പരം സഹാബത്തും എന്തിട്ടുണ്ട് ആ ഒരു ഹജ്ജിനായിട്ട് വന്നിട്ട്. കാരണം റസൂലുള്ളാഹിന്റെ കൂടെ ആദ്യത്തെ ഹജ്ജാണ്, ഇസ്ലാമിൽ ആദ്യമായിട്ട് എല്ലാവരും കൂടി ഒരുമിച്ച് ചെയ്യണം. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അറിയാൻ വേണ്ടി. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ കർമ്മങ്ങൾ ഇങ്ങനെ കഴിഞ്ഞിങ്ങനെ വരുമ്പോൾ അവരോട് പറയും, ഖുദു അന്നി മനാസികക്കും, ഞാൻ ഈ ചെയ്യുന്നത് എന്ത് ചെയ്യുക, നിങ്ങൾ നോക്കി പഠിക്കുക. ലഅല്ലിലാൽഖാക്കും ബഅദ ആമി ഹാദ, ഈ വർഷത്തിന് ശേഷം ഒരു പക്ഷേ നിങ്ങൾ എന്നെ കണ്ടോളണമെന്നില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ പ്രാവശ്യം ഓരോ അമലുകൾ കഴിയുമ്പോഴും ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് സഹാബത്തിന്. അപ്പോൾ സഹാബത്തിനെ മനസ്സിലായില്ല. അതായത് ഓരോ വർഷം ഓരോ അമൽ കഴിയുമ്പോഴും പറയുന്നത് ഇത് നോക്കി പഠിച്ചോളിട്ടോ, എന്നിട്ട് എന്ത് ചെയ്യാം, പിന്നോട്ടുള്ള ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുക. ഒരു പക്ഷേ ഈ വർഷത്തിന് ശേഷം നിങ്ങൾ എന്നെ കണ്ടോളണമെന്നില്ല എന്നിങ്ങനെ പറയുന്നുണ്ടായിരുന്നു. എത്രത്തോളം അവസാനം അറഫയിലെത്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ മസ്ജിദുൻ നബി ആ കാണുന്ന പള്ളിയാണ് നമ്മൾ നേരത്തെ കണ്ട്, വർഷത്തിൽ ഒറ്റ ദിവസം മാത്രം തുറക്കാന്ന് പറഞ്ഞു. അവിടെയാണ് ടെൻ്റ് അടിച്ചിട്ട് അവിടെ ഇറങ്ങി. അന്ന് എന്ത് ചെയ്തു, ആ ഒരു കഴിഞ്ഞ ശേഷം ബിലാൽ റളിയല്ലാഹു എല്ലാവരോടും വരാൻ പറയും. അങ്ങനെ വന്ന് അവർ അവിടെ വെച്ചിട്ടാണ് ഖുത്ബത്തുൽ വദാ എന്ന് പറഞ്ഞാൽ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഖുത്ബ. ആ ഒരു ഖുത്ബയിലാണ് എല്ലാ അവകാശങ്ങളെയും, സ്ത്രീകളെ നിങ്ങൾ ശ്രദ്ധിക്കണം, അവർക്ക് എന്ത് ചെയ്യാണ് മാറ് കൊടുത്ത കാര്യങ്ങൾ അവരെ നമ്മളെ നദിമാക്കും വാറാതൊക്കെ പറയാം. അതായത് വലിയൊരു ഖുത്ബയാണ്. നിങ്ങളുടെ രക്തവും മറ്റുമൊക്കെ എന്താണ് ഇന്ന് മുതൽ ഹറാമാണ്, അതായത് നിങ്ങളുടെ രക്തം നിൽക്കും, അതായത് നിങ്ങൾ കൊല്ലാനോ കാരണം പാടില്ല എന്നുള്ള, സ്ത്രീകളെ ബഹുമാനിക്കണം, അവർക്കുള്ള ഹുക്കൂക്കുകൾ അവകാശങ്ങൾ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ദീർഘമായ ഒരു ഖുത്ബ ഉണ്ടായിരുന്നു. ആ ഖുത്ബ അറഫ ഖുത്ബ, അതെപ്പോഴും പണ്ഡിതർ, അതായത് ഓരോ വർഷവും ഖുത്ബയിൽ ആ ഒരു ഖുത്ബ ഉണ്ടാവും അറഫ ദിനത്തിൽ. അങ്ങനെ ആ പള്ളിൻ്റെ അടുത്ത് നിന്ന് കഴിഞ്ഞതിന് ശേഷം ഒട്ടകപ്പുറത്ത് മഹാനായ ഉസാമത്ത് ബിൻ സൈദ് റളിയല്ലാഹു അൻഹു ചില റിവായത്തിൽ കാണാം, അല്ലെങ്കിൽ ഉസാമത്ത് ബിൻ സൈദ് റളിയല്ലാഹു അൻഹു തന്നെയാണ് തോന്നുന്നു. അപ്പോൾ അവരെ പിന്നിലെടുത്തുകൊണ്ട് ഒട്ടകപ്പുറത്ത് കസ്വാൻ്റെ പുറത്ത് ചെയ്ത് അവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് ഈ കാണുന്നതാണ് ജബലുർ റഹ്മാൻ എന്ന് പറയുന്ന മല. ജബൽ അർ റഹ്മാനും ജബൽ അറഫാത്ത് എന്നൊക്കെ പറയുന്ന മലയാണ് ഈ കാണുന്നത്. അപ്പോൾ ഈ മലയുടെ ആ ഒരു മൂലയ്ക്ക് ആ സൈഡിൽ അവിടെ ആ ഒരു ചെറിയൊരു ഇത് ഒരു കുട പോലത്തെ കാണുന്നുണ്ടോ? ആ കുടൻ്റെ അവിടെ വന്നതിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കസ്വാനെ ഇങ്ങനെ ഖിബ്ലയിലേക്ക് ഇങ്ങനെ നിർത്തിയിട്ട് കസ്വാൻ്റെ പള്ള, അതായത് ബത്നനാഖത്തി എന്നാണ്, അത് എന്ത് ചെയ്തു, ആ ഒരു കല്ലിനോട് ഇങ്ങനെ ചേർത്ത് നിർത്തിയിട്ട് എന്ത് ചെയ്തു, അള്ളാഹുവിൻ്റെ റസൂൽ പിന്നെ ആരോട് സംസാരമില്ല, 2 കൈ ഉയർത്തിയിട്ട് ദുആ ചെയ്തുകൊണ്ട് ഇടയ്ക്ക് എന്ത് ചെയ്തു, ഒട്ടകത്തിൻ്റെ മൂക്കയർ വീണപ്പോൾ ഒരു കയറ് എടുത്തിട്ട് എന്ത് ചെയ്തു, ആ കയറ് കൈ പിടിച്ചിട്ട് എന്ത് ചെയ്തു, ഒരേ ദുആ, ആരോടും മുണ്ടാട്ടില്ല, ആരോടും സംസാരമില്ല. അന്നത്തെ ദിവസം ഫുള്ള് ദുആ മാത്രം. അതിൽ സഹാബത്ത് ഇങ്ങനെ നോക്കി, ഇന്ന് റസൂലുള്ളാഹി നേരം വെളുത്തതിന് ശേഷം എന്തില്ല, ഒന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ ഇനി റസൂലുള്ളാഹി നോമ്പായിരിക്കുമോ അറഫാ ദിനത്തിൽ? അപ്പോൾ എന്ത് ചെയ്തു, സഹാബത്ത് ഇങ്ങനെ ചർച്ച ചെയ്യുന്നത് ഉമ്മുൽ ഫദ്ൽ റളിയല്ലാഹു അൻഹ, അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാര്യ. അപ്പോൾ അവർ പറഞ്ഞു, ചില റിവായത്തിൽ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറഞ്ഞു.
അപ്പോൾ അവർ പറഞ്ഞു റസൂലുള്ളാഹിക്ക് ഒരു ആദ്യത്തുണ്ട്, പാല് എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹിക്ക് ഭയങ്കര ഇഷ്ടമാണ്. റസൂലുള്ളാഹി ഒരാൾ പാല് കൊടുത്താൽ എന്ത് ചെയ്യും, അത് തടുക്കും, മാറ്റും. അതായത് മറ്റുള്ള ഭക്ഷണം കൊടുത്താൽ ചിലപ്പോൾ വേണ്ടാന്ന് പറയും, പക്ഷേ പാല് കൊടുത്താൽ റസൂലുള്ളാഹി എന്ത് ചെയ്യില്ല, അത് തിരിച്ചു കൊടുക്കൂല, അല്ലെങ്കിൽ അത് ഒഴിവാക്കൂല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, കുറച്ച് പാല് തരാം, നിങ്ങൾ റസൂലുള്ളാഹിക്ക് കൊണ്ട് കൊടുക്കും. റസൂലുള്ളാഹി വാങ്ങി കുടിച്ചാൽ അതിൻ്റെ അർത്ഥം ഇന്ന് നോമ്പില്ല, വാങ്ങിയിട്ടില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം നോമ്പുണ്ട്. കാരണം പാല് മാത്രമാണ് റസൂലുള്ളാഹിക്ക് ഒഴിവാക്കാത്തൊരു സാധനം. അപ്പോൾ എന്ത് ചെയ്തു, ആ പാലുമായിട്ട് സഹാബത്ത് റസൂലുള്ളാഹിന്റെ അടുത്ത് പോയി. അപ്പോൾ റസൂലുള്ളാഹി ആ പാല് വാങ്ങി കുടിച്ചു. അതിൽ നിന്ന് പണ്ഡിതർ എന്ത് മനസ്സിലാക്കി, അറഫ നോമ്പ് എന്ന് പറഞ്ഞാൽ അറഫയിൽ നിൽക്കുന്നവർക്ക് അന്ന് നോമ്പില്ല, നേരെ മറിച്ച് അറഫ അല്ലാത്ത ദിവസങ്ങളിൽ പുറത്തുള്ളവർക്കൊക്കെ നമുക്കൊക്കെ അറഫയിൽ എന്ത് ചെയ്യണം, നോമ്പ് നോൽക്കണം എന്നുള്ളത്. അപ്പോൾ അങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിൽക്കുന്ന സമയത്താണ് എന്ത് ചെയ്ത്, റസൂലുള്ളാഹി കുറച്ച് നിന്നോട്ട് സാഹബത്തിനോട് എല്ലാവരും അടുത്തേക്ക് വരാൻ പറഞ്ഞു. കാരണം എനിക്കിപ്പോൾ ഒരു ആയത്ത് ഇറങ്ങിയിട്ടുണ്ട്. എന്താണ് ആയത്ത്? അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കും അൽ ഇസ്ലാമ ദീന. നിങ്ങൾക്ക് നിങ്ങളുടെ ദീനിനെ ഞാൻ പൂർത്തിയാക്കി തന്നിരിക്കുന്നു, നിങ്ങൾക്ക് നിഅമത്തിനെ ഞാൻ പൂർത്തിയാക്കി തന്നിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്ത് ഇറങ്ങിയത് എവിടെ വെച്ചിട്ടാണ്? ഈ കാണുന്ന മലന്റെ അടുത്ത് വെച്ചിട്ടാണ്. ആ ആയത്താണ് ഓതി കൊടുത്തപ്പോൾ എന്ത് ചെയ്തു, മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പൊട്ടിക്കരഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹു കരഞ്ഞു എന്നാണ്. അപ്പോൾ സഹാബത്ത് വെച്ച് ഇങ്ങനെ ദീന് പൂർത്തിയാക്കി തന്നു, നിഅമത്ത് പൂർത്തിയാക്കി തന്നു എന്ന് പറഞ്ഞാൽ എന്തിനാണ് കരയുന്നത്? അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, മാ ബഅദൽ കമാൽ ഇല്ല നുഖ്സാൻ. അതായത് ഉന്നതമായ ഒരു അവസ്ഥ ദീന് പൂർത്തിയാക്കി തന്നു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? റസൂലുള്ളാഹിക്ക് തിരിച്ചു പോകാനായി. പോരാത്ത റസൂൽ പോരുമ്പോഴൊക്കെ ഓരോ കർമ്മങ്ങളും ചെയ്യുമ്പോൾ പറയുന്നുണ്ട് എന്ത്, അൽഖാക്കും ബഅദാമി, ഈ വർഷത്തിന് ശേഷം നിങ്ങൾ എന്നെ കണ്ടോളണമെന്നില്ല. അങ്ങനെ പറഞ്ഞ റസൂലുള്ളാഹി ഈ ദീനും കൂടി പൂർത്തിയാക്കി എന്ന് പറഞ്ഞപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു മനസ്സിലായി റസൂലുള്ളാഹിക്ക് എന്ത് തിരിച്ചു പോകാൻ സമയമായിട്ടുണ്ട്. ഇപ്പോൾ ബക്ക അവിടെ ഇരുന്ന് കരഞ്ഞു എന്നാണ് ഉമർ റളിയല്ലാഹു അൻഹു. അങ്ങനെ എന്ത് ചെയ്തു, ആ ഒരു ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് വെറും 3 മാസത്തോളാണ് റസൂലുള്ളാഹി പിന്നീട് ഇതാക്കിയത്. അപ്പോൾ അറഫാ ദിനത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിന്നിരുന്ന ഈ ഒരു മലയുടെ ജബൽ ഇൽ എന്നായിരുന്നു ഈ മലന്റെ ആദ്യത്തെ പേര്. പിന്നെ റസൂലുള്ളാഹി ചാരി എന്നതിന്റെ പേരും റസൂലുള്ളാഹി അവിടെ നിന്ന് ദ്വാരുന്നതിന്റെ ഒക്കെ പേരിൽ പിന്നീടാണ് ജബലുർ റഹ്മ, റഹ്മത്തുൽ ആലമീൻ റസൂലുള്ളാഹി ചാരി എന്നുള്ളതിന്റെ പേരിൽ ജബലുർ റഹ്മ എന്നും ജബൽ അറഫാത്ത് എന്നുള്ള പേരൊക്കെ ഈ ഒരു മലക്ക് കിട്ടിയത്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ഹാജി ആയിക്കൊണ്ട് നമുക്കൊക്കെ ഇവിടെ നിൽക്കാനുള്ള തൗഫീഖിന് അല്ലാഹു സുബ്ഹാനഹു വ തആല മാറാവട്ടെ. ഇപ്പോൾ നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണ് ഇത് കാണിച്ചു തന്നിക്കാണ്, ഇത്രയും പുണ്യമാക്കപ്പെട്ട ഒരു സ്ഥലത്ത്. ഇൻഷാ അല്ലാഹ് നമുക്ക് എല്ലാവർക്കും എന്ത് ചെയ്യണം, ഹാജിമാരായിക്കൊണ്ട് ഇവിടെ വരാനും ഒരു പൂർണ്ണമായ മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജ് ചെയ്യാനുള്ള തൗഫീഖിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമാറാവട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് ഈ ഒരു മല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കയറിയിട്ടില്ല, മല നേരെ മറിച്ച് എന്ത് ചെയ്യാണ്, അടിയിൽ നിന്നിട്ടേ ഉള്ളൂ. പക്ഷേ നമ്മൾ ഈ മല കയറുന്നതിൻ്റെ ഉദ്ദേശം ഈ പരിസരമൊക്കെ നമുക്ക് കാണാമെന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ അറഫൻ്റെ ഒരു അതിര് എന്ന് പറയുന്നത് ആ കാണുന്ന ജബൽ മസ്ജിദ് നബിറ, അതിന് മുമ്പ് കൂടെ ഒരു വാദിയുണ്ട്, വാദി ഉറന എന്ന് പറയുന്നത്. അവിടെ തൊട്ടിട്ട് ഇവിടെ ഈ ബാക്കിലെ മലകൾ ജബൽ, ഈ കാണുന്ന ജബൽ കബ്കബ് എന്നാണ് ഈ മലയുടെ പേര്. ആ ബാക്കിലുള്ള മല, ഇതല്ല ജബൽ കബ്കബ് എന്ന ബാക്കിലുള്ള ആ മല വരെയാണ് അറഫൻ്റെ ബൗണ്ടറി എന്നാണ്. ഇതിൻ്റെ ഉള്ളിൽ തന്നെ എന്ത് ചെയ്യണം, ഹജ്ജിൻ്റെ സമയത്ത് നിൽക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് കയറാൻ കഴിയുന്നവരെന്ത് ചെയ്യുക, ഒന്ന് കയറാൻ കഴിയാത്തവരെന്ത് ചെയ്യുക, ഇവിടെ നിൽക്കാൻ ബുദ്ധിമുട്ടരുത്.